സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ക്രൂരകൃത്യങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നു. സംസ്ഥാനത്തെ യുവജനത ഇന്ന് ലഹരിയുടെ പിടിയിലാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചർച്ചയ്ക്കിടയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൊമ്പ് കോർത്തു. നാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് പ്രതിപക്ഷം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കുറ്റപ്പെടുത്തുമ്പോൾ അസഹിഷ്ണുത എന്തിനെന്ന് വി.ഡി. സതീശൻ ചോദിച്ചു. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ എതിർപ്പില്ല. പക്ഷേ ചർച്ചയിലേക്ക് വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഭരണപക്ഷം നേരിടുന്നു. അതിൻ്റെ അസംതൃപ്തിയും പ്രകടമാകുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച? അവീന, അടിയന്തര പ്രമേയ ചർച്ച 12 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. ഇത്തരത്തിൽ സഭ നിർത്തിവെച്ച സംസ്ഥാനത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളും ലഹരി വിപണനവും ലഹരിയുടെ ദുരുപയോഗവും ഒക്കെ ചർച്ച ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് സഭ സ്പീക്കർ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ഈ കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലും നടക്കുന്ന ഈ തമ്മിൽ തല്ലുകളും അതോടൊപ്പം തന്നെ ഈ ലഹരിയുടെ ഉപയോഗം, വിപണനം, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോൾ പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല ഈ വിഷയങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ഈ വിഷയങ്ങൾ സർക്കാരിന്റെ കൂടി തന്നെ വീഴ്ചയായിട്ട് തന്നെയാണ് വിവരിക്കപ്പെടുന്നത്. കാരണം സർക്കാരാണ്, അല്ലെങ്കിൽ ഭരിക്കുന്നവർ, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരാണ് ഒരു സമൂഹത്തിന് മാതൃകയാകേണ്ടത്. അത്തരത്തിൽ മാതൃകയാകേണ്ടവർ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച? ആ വീഴ്ചകൾ തന്നെ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. സഭയിൽ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കുകയാണ്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ക്രൂരകൃത്യങ്ങളാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കുന്നത്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിൻഡു ദാസ് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു. ഇടയ്ക്ക് ഒരു തടസ്സമുണ്ടായിരുന്നു. തുടരാം. എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്? മുഖ്യമന്ത്രി പ്രകോപിതനായത് എന്തിനാണ്? തീർച്ചയായിട്ടും വീണ, ഈ അടിയന്തര പ്രമേയ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ഒരുപക്ഷെ സംസ്ഥാനത്ത് ഈ സമീപകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ, അക്രമങ്ങൾ, ലഹരിയുടെ ഉപയോഗം, ലഹരിയുടെ ദുരുപയോഗം, ലഹരി വിപണനം, ലഹരി ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ഈ അതിക്രമങ്ങളൊക്കെ ഇത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തു നിന്നും രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമെന്ന് തന്നെയാണ് സ്പീക്കർ ഉൾപ്പെടെ അറിയിച്ചത്. അത്തരത്തിൽ തന്നെയാണ് ഈ അടിയന്തര പ്രമേയ ചർച്ച ആരംഭിച്ചത്. ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്ന വിഷയമെന്ന് പറയുന്നത് ഒരുപക്ഷെ യുവാക്കൾക്കും വളർന്നു വരുന്ന സമൂഹത്തിനും മാതൃകയാകേണ്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വീഴ്ചകളാണ് ആദ്യത്തെ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഏറ്റവും പ്രധാനമായി 12 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംസ്ഥാനത്ത് നടന്ന അതിക്രൂര കൊലപാതകം, 51 വെട്ട് മുഖത്തേറ്റ് മരിച്ച ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് 1000-ലധികം ദിവസം പരോൾ നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികൾക്ക് ഈ സമൂഹത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ പറ്റിയിട്ട് ഒരുപക്ഷെ നമ്മൾ വളർന്നു വരുന്ന യുവാക്കൾ, അല്ലെങ്കിൽ യുവതലമുറ ആനുകൂല്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ശിക്ഷാരീതിയിൽ സർക്കാർ തലങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ അധികാരികൾ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടവരെ അതിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ആ ശിക്ഷ ലഘൂകരിച്ച് കൊടുക്കുന്ന ഒരു നടപടി, ആ നടപടികൾ കണ്ടു വളർന്ന സമൂഹം ഇത്തരത്തിലുള്ള കൊലകൃത്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് കടക്കില്ലേ എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. നിരവധി തവണയാണ് ഈ വിഷയങ്ങൾ പിണറായി വിജയൻ മിസ്റ്റർ സി എം എന്ന് വിളിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൽ നിന്നും രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി കോപാകുലനായി സീറ്റിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നു. അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ഒരുപാട് തവണയായിട്ട് ഈ മിസ്റ്റർ സി എം എന്ന വിളി കേൾക്കുന്നു. സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് പ്രതിപക്ഷം ഒതുക്കിക്കൊണ്ടു പോകുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്യണമെന്ന് ചെയറിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ചെയറിനോട് ആവശ്യപ്പെടുന്ന സമയത്ത് അത് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് മാത്രം ചുരുക്കപ്പെടുന്നു എന്നൊരു ആരോപണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള
VD സതീശൻ ഇതിന് എഴുന്നേറ്റ് നിന്ന് മറുപടി പറയുന്നത് ഈ ചോദിക്കേണ്ട വിഷയങ്ങൾ ചോദിക്കുക ചെയ്യും, മറുപടി പറയേണ്ട വിഷയങ്ങളിൽ മറുപടി പറയണം, യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത കാട്ടുന്നത് തുടങ്ങിയ വിഷയങ്ങളായിരുന്നു സഭയിൽ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ സമീപകാലത്ത് കേരളത്തിലെ ഈ കോളേജുകൾ അല്ലെങ്കിൽ കലാലയങ്ങളിൽ നടന്നു വരുന്ന ഈ റാഗിങ്ങുകളും ആ റാഗിങ്ങുകളുടെ ക്രൂരകൃത്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത് SFI എന്ന സംഘടനയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശിച്ചത്. അത് ഒരുപക്ഷെ സഭയ്ക്കകത്ത് ഒരു തരത്തിലുള്ള തർക്കമുണ്ടാകാൻ കാരണമായി. അതോടൊപ്പം തന്നെ ഈ പല കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കും രാഷ്ട്രീയമായിട്ട് അവർക്ക് കിട്ടുന്ന പരിഗണനകൾ, അവർക്ക് കിട്ടുന്ന ശിക്ഷാ ഇളവുകൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഒരു തലത്തിലെങ്കിലും മറ്റൊരു തലത്തിലെങ്കിലും രാഷ്ട്രീയമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇവർക്ക് കിട്ടുന്ന ഈ ആനുകൂല്യങ്ങൾ തങ്ങൾക്കും കിട്ടും എന്നൊരു തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ഉയർന്നു വന്നൊരു ആരോപണമായിരുന്നു സിനിമയും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലും യുവാക്കൾക്ക് ഇടയിൽ എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുന്നത്. സമീപകാലത്തായി ഒരു കൊറോണയ്ക്ക് ശേഷം സമൂഹത്തിൽ ഈ ഗെയിമുകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സിനിമകളും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരുപക്ഷെ യുവാക്കളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്. സിനിമ വലിയൊരു മാധ്യമം തന്നെയാണ്. ഇത്തരത്തിൽ അക്രമങ്ങൾ, തലയർത്ത് നിൽക്കുന്ന നായകൻ, ആ നായകനെ കാണുന്ന കുട്ടികൾ എങ്ങനെ അക്രമാസക്തരാകാതിരിക്കുമെന്നുള്ളൊരു വാദവും സഭയിൽ ഉയർന്നു വന്നു. അപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറാണ് ഇത്തരത്തിൽ സഭാ നടപടികളിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ലഹരിക്കെതിരെ മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ എടുക്കുന്നതെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ ലഹരി ഉപയോഗം അക്രമത്തിന് പുറമെ അല്ലെങ്കിൽ അക്രമങ്ങൾ കാട്ടുന്നതിന് പുറമെ തന്നെ ഈ വിഷയം രാഷ്ട്രീയമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അത് രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ തർക്കത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ വാക്കുതർക്കങ്ങളോട് കൂടി ആരംഭിക്കുന്നത്. എന്തായാലും ചർച്ച പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ മറ്റ് MLA-മാരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ചർച്ച അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തും. എന്തായാലും സമൂഹം നേരിടുന്ന വലിയൊരു വിപത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിൽ ചർച്ച. 12 മണിക്ക് ചർച്ച ആരംഭിച്ചു. ലഹരിയുടെ ഉപയോഗവും യുവാക്കളിലെ അതിക്രമമാണ് പ്രധാന വിഷയം. സമീപകാലത്തായി നടന്നു വരുന്ന കുട്ടികളിലെ അക്രമവാസനയും ഇത് ഈ അടിയന്തര പ്രമേയ വേളയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വീണ. ഓക്കെ, ശരി ടിൻഡു.